ഫ്രണ്ട്സേ, അച്ചായം കണ്ണൂരാണ്. നമസ്കാരം. അമ്മയുണ്ട് കേട്ടോ. പുതിയതായിട്ട് ഇന്നലെ വേറെ ഒരു വാർത്ത കേൾക്കാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ, ഒരു ക്രീം മാറ്റി വെച്ചതിന് നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഒരു ക്രീം മാറ്റി വെച്ചോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല അവർക്ക്. പ്രായമായ അമ്മയാണ്. ആ അമ്മേനെ തല്ലി കമ്പിപ്പാര കൊണ്ട് അതിൻ്റെ വാരിയല്ലൊടിച്ചു. നല്ല കാര്യമാണ്. തല്ലി ഒരു ക്രീം കണ്ടില്ല, ക്രീം കാണാത്തതിൻ്റെ പേരിൽ ആ തള്ളേനെ തല്ലി ആ തള്ളയുടെ വാരിയല്ലൊടിച്ചു. പണ്ടിപ്പോൾ നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ലേ, അതായത് പണക്കാരുടെ അല്ലാത്ത മക്കള്, കുഞ്ഞു മക്കള് ഓർഫനേജിൽ കൂടെ താമസിക്കുകയും അതുപോലെ തന്നെ പ്രായമായ കുടുംബത്തിലെ കാരണവന്മാര് അതുപോലെ തന്നെ ഈ അനാഥ മന്ദിരങ്ങളിൽ താമസിക്കുന്ന വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എങ്ങനെ തോന്നുന്നടോ? സത്യമായിട്ടും അറിയത്തില്ലായിട്ട് ചോദിക്കുക. തല്ലി വാരിയല്ലൊക്കെ ഒടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും മാക്സിമം ഇനിയിപ്പോൾ എന്തെങ്കിലും അതുപോലെയുള്ള പ്രകോപനങ്ങൾ ഉണ്ടായാലും ഒന്ന് രണ്ട് വാക്കെന്തെങ്കിലും പറയുന്ന പോലെ അല്ല ഒരു ക്രൂരമായിട്ടൊരു മനുഷ്യൻ്റെ ശരീരത്തെ മർദ്ദിച്ച് അവരുടെ ഭാര്യയിലൊക്കെ ഒടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം തെറ്റുകൾ ചെയ്തിട്ടായിരിക്കും അല്ലേ മേ? തീർച്ചയായിട്ടും. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളെല്ലാവരും ഓർക്കണം, നമുക്കും എല്ലാവർക്കും ഈ പ്രായമാകും. വയസ്സായ കാരണവന്മാരെ വിഷമിപ്പിക്കുമ്പോൾ അവർക്കും ഈ പ്രായമാകും എന്നുള്ളത് ചിന്തിക്കുക. മനുഷ്യരായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എത്ര സമയങ്ങളുണ്ടെന്നുള്ളതൊന്നും നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് വിദ്വേഷം, വൈരാഗ്യം, പക, അഹങ്കാരം, ഇതുകൊണ്ടെല്ലാം വരുന്നതാണ് ഇതൊക്കെ. കാരണവന്മാരെ ബഹുമാനിക്കാത്ത അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളെല്ലാവരും ഇത് കേൾക്കണം. നിങ്ങളുടെ വീട്ടിലും കാരണവന്മാരുണ്ടെങ്കിൽ അവരെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കാൻ നമ്മൾ പഠിക്കുക. നമുക്കും ഈ പ്രായമാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ. വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ട വേറെ കാര്യം, ഇപ്പം എന്ന് പറഞ്ഞാൽ സർവ്വ സ്വാതന്ത്ര്യവും കൊടുത്താണ്. ഇതിനൊരു തുടർക്കഥയായിട്ട് മാറും തീർച്ചയായിട്ടും. കാരണം ഞാനൊക്കെ എന്ന് പറയുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഒരു വികൃതിയോ ഒരു തെറ്റോ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നതിൽ നമുക്ക് ശിക്ഷണം കിട്ടുമായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പനും അതെ, അമ്മയും അതെ, നല്ല കടുത്ത ശിക്ഷയായിരുന്നു. കടുത്ത ശിക്ഷ എന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള ശിക്ഷണം കിട്ടി വളരാത്ത മക്കളാണ് ഈ ഉപദ്രവങ്ങളും ഈ കാണിച്ചു കൂട്ടുന്നതും ഈ വെളിയിൽ കൂടെ. കാരണം അവർക്ക് പേടിയില്ല, ആരെയും പേടിയില്ല. പേടിക്കാതെ അവർ ചെറുപ്പത്തിൽ വളർന്നു. ചെറുപ്പത്തിൽ നമ്മൾ പേടിച്ച് കാരണവന്മാരുടെ അണ്ടറിൽ വളരുമ്പോൾ നമ്മൾ പേടിയോട് കൂടിയിട്ട് അവരെ പേടിച്ച് വേണം വളരുന്നത്. ആ ഒരു വളർച്ചയുടെ ആ ഒരു പേടി നമുക്ക് നമ്മുടെ ജീവിതകാലം മൊത്തം ഉണ്ടാവും. തെറ്റുകുറ്റങ്ങൾ ചെയ്യില്ല എന്നുള്ള ഒരു ഇതുണ്ടാവും. ഇത് ആരെയും പേടിക്കാനില്ലാതെ വളർന്നു. ഇനിയിപ്പം നമുക്ക് എന്തും ചെയ്യാം എന്നുള്ള. ഈ പിടിക്കപ്പെട്ട പെണ്ണെന്തോ ക്രിമിനൽ കേസിലൊക്കെ പ്രതിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞു, ആദ്യം മുതലേ അവർ വരുമ്പോൾ അവരുടെ പശ്ചാത്തലമേ മാറി. പോലീസുകാർ വരുമ്പോൾ അവർ കാട്ടിക്കൂട്ടുന്ന കാട്ടായങ്ങൾ കണ്ടോ എന്താണ്. അതാ ഞാൻ പറഞ്ഞേ, നമുക്ക് പേടിയില്ലാതെ മക്കൾ ചെറുപ്പം മുതലേ നമ്മൾ മക്കളെ ഇത് കൊഞ്ചിച്ച് ലാളിച്ച് വളർത്തണം. പക്ഷെ നമുക്ക് പേടിയുണ്ടാകണം. മക്കൾക്ക് പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോട്ടം മതി, കാരണവന്മാരുടെ നല്ല ക്രൂരമായിട്ടുള്ള ഒരു നോട്ടം മതി. ആ മക്കൾ പിന്നെ അവിടെ ആ ഒരു സംഗതിയും ഒരു തെറ്റിനും തയ്യാറാവൂല അവര്. അതുപോലെ നമ്മൾ മക്കളെ വളർത്തണം. കാരണം എന്താണെന്ന് വെച്ചാൽ മക്കളെ ഫുള്ള് ഫ്രീഡം കൊടുത്തും എല്ലാം കൊടുത്തും നീ എന്ത് വേണമെങ്കിലും ചെയ്തോളാം, പുറകെ താങ്ങാൻ ഞാനുണ്ട് എന്നൊരു വിചാരമാണെങ്കിൽ അവസാനം അവർക്ക് വരാൻ പോകുന്നതും ഇപ്പൊ ഈ പറഞ്ഞ ഇത് തന്നെയായിരിക്കും. നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.